Are you a civil engineering graduate? Come and join us. Let's learn together. Welcome to Civil Engineering Study Me. Please subscribe my channel, like, share and press the bell icon. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും LSTT AE എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ AE എക്സാമിന് നമുക്ക് തന്നിരിക്കുന്ന സിലബസാണ്. പുതിയതായിട്ട് ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിലബസ് LSTTക്ക് വേണ്ടി PSC തന്നിട്ടില്ല. അപ്പോൾ ഈ സിലബസ് വെച്ച് തന്നെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ്, അതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ്. അതിനകത്ത് MOS, അതായത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ കംപ്ലീറ്റ് പോർഷൻസ് ഉണ്ട്. അതായത് സ്ട്രെസ്, സ്ട്രെയിൻ, ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ്, ഡിഫ്ലക്ഷൻ, തിയറി ഓഫ് കോളം, സ്ട്രെസ് അനാലിസിസ്, ഡിസ്പ്ലേസ്മെൻറ്റ് റെസ്പോൺസസ് ഓഫ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറൽ സിസ്റ്റം using energy methods, principles of virtual work, statically indeterminate structures, അതുപോലെ സ്ട്രെയിൻ എനർജി മെത്തേഡ്, മൂവിങ് ലോഡ്സ് ആൻഡ് ILD, ആർച്ചസ്, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ക്ലാപറോൺസ് തിയറം, കാനീസ് മെത്തേഡ് ഓഫ് അനാലിസിസ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ SOM ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസും നന്നായിട്ട് പഠിക്കണം. അതിന് SOMൽ നല്ലൊരു കംപ്ലീറ്റ് പോർഷനുണ്ട്. അതുപോലെ സ്ട്രക്ചറൽ അനാലിസിസും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ അടുത്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിങ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ഉണ്ട്, ഹൈഡ്രോളിക് മെഷീൻസ് ഉണ്ട്, ഓപ്പൺ ചാനൽ ഫ്ലോ ഉണ്ട്, അതുപോലെ ഹൈഡ്രോളജിക്കൽ സൈക്കിൾസ്, പിന്നെ ഹൈഡ്രോഗ്രാഫ്, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്, ആ പോർഷൻസ് എല്ലാം, റിസർവോയർ, ഡാം, അങ്ങനെ എല്ലാ പോർഷനും പഠിക്കാനുണ്ട്. അപ്പോൾ FM, വാട്ടർ റിസോഴ്സ്, ഇറിഗേഷൻ, ഹൈഡ്രോളജി, ആ പോർഷൻസ് എല്ലാം നന്നായിട്ട് കവർ ചെയ്യാം. ഇനി അടുത്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സർവേയിങ് ആൻഡ് ലെവലിങ്, അതുപോലെ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷൻ. സർവേയിങ് ആൻഡ് ലെവലിങ്ങിൽ ബേസിക് സർവേയിങ്, ലെവലിങ്, കോണ്ടൂറിങ്, ഏരിയ ആൻഡ് വോളിയം കമ്പ്യൂട്ടേഷൻ, തിയോഡലൈറ്റ് സർവേ, മാസ് ഡയഗ്രാം, ട്രയാങ്കുലേഷൻ, തിയറി ഓഫ് എറേഴ്സ്, പിന്നെ പുതുതായിട്ട് വന്നിരിക്കുന്ന EDM മെഷർമെൻറ്റ്സ്, ടോട്ടൽ സ്റ്റേഷൻ, GIS, GPS, റിമോട്ട് സെൻസിങ്, അതിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതൊക്കെ പുതിയ സിസ്റ്റംസ് ആയതുകൊണ്ട് അതൊന്നും ക്വസ്റ്റ്യൻസ് വരും. ഈ അടുത്ത് കഴിഞ്ഞ PWD AEക്കും ഇറിഗേഷൻ AEക്കൊക്കെ റിമോട്ട് സെൻസിങ്ങെന്നും അതുപോലെ ടോട്ടൽ സ്റ്റേഷൻ്റെ പോർഷനിൽ നിന്നൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും, പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും നമ്മൾ ആ ചെറിയൊരു പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻസൊക്കെ നന്നായിട്ട് നോക്കുക. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്റ്റിമേഷൻ്റെ പോർഷനാണ്. അത് റേറ്റ് അനാലിസിസ്, ഡാറ്റ ബുക്ക്, ഷെഡ്യൂൾ ഓഫ് റേറ്റ്, പിന്നെ എസ്റ്റിമേറ്റ്സിൻ്റെ ടൈപ്പ്, അങ്ങനെയുള്ള പോർഷൻസ്. പിന്നെ അതുപോലെ വാല്യുവേഷൻ്റെ മെത്തേഡ്സ്, അങ്ങനെയുള്ള ഡിപ്രിസിയേഷൻ, ഫിക്സേഷൻ ഓഫ് റെൻറ്റ്, അങ്ങനെ എസ്റ്റിമേഷൻ്റെ പോർഷനിൽ നിന്നും അത്യാവശ്യം നന്നായിട്ട് നമ്മൾ പോർഷൻസ് കവർ ചെയ്യണം. പിന്നെയുള്ളത് ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. അതിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് നമ്മൾ സാധാരണ IT ലെവൽ എക്സാംസിനൊക്കെ പഠിക്കുന്ന പോലെ ടിമ്പർ, മോട്ടാർ, അയൺ, സ്റ്റീൽ, അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ നോക്കുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നമ്മൾ ഫൗണ്ടേഷന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ പിന്നെ മേസൺറി വർക്ക്, ആർച്ചസ്, ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷന്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻ്റ് ആണ്. അതിൽ പ്ലാനിങ്, ഷെഡ്യൂളിങ്, അതിൻ്റെ പോർഷൻസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സബ്ജക്റ്റ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. അത് വാട്ടർ റിസോഴ്സസ് ആൻഡ് ഡിമാൻഡ്, അതായത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിങ്ങിൻ്റെ കംപ്ലീറ്റ് പോർഷനും പഠിക്കണം നമ്മൾ. അത് പിന്നെ വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ്, ആ പോർഷൻസും പഠിക്കണം. ഓക്കെ, നമ്മൾക്ക് ഒരുവിധം എല്ലാ പോർഷൻസും സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻവയോൺമെൻറ്റിൽ കംപ്ലീറ്റ് പഠിക്കണം. ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സിൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആണ് ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നല്ല ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കാം. പിന്നെ അനാലിസിസ് ഓഫ് റീഇൻഫോഴ്സ്ഡ് റെക്ടാങ്കുലർ ബീംസ്, പിന്നെ അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് ഓഫ് RC ബീം, ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, ബോണ്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ലെങ്ത്ത്, അങ്ങനെ
ഡിസൈൻ RCC സ്ട്രക്ചറിൽ ഒരുവിധം ഡിസൈൻ പ്രോപ്പർട്ടീസ് എല്ലാം ഡിസൈനിങ്ങിൻ്റെ സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. 2 ways ലാബൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പോർഷൻസൊക്കെ നന്നായിട്ട് നോക്കാം. പിന്നെ കോളത്തിൻ്റെ ഡിസൈൻ, അതായത് നമ്മൾ RCC പോർഷൻസും അത്യാവശ്യം നന്നായിട്ട് തന്നെ കവർ ചെയ്യണം. പിന്നെ RCCൻ്റെ കൂടെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ പോർഷൻസും കൂടെ നമ്മൾ കവർ ചെയ്യണം. ബോൾട്ടഡ് ആൻഡ് വെൽഡഡ് കണക്ഷൻ, ടെൻഷൻ മെമ്പർ, കംപ്രഷൻ മെമ്പേഴ്സ്, ബീം, റൂഫ് ട്രസ്, പർലിന്, അതുപോലെ ടിമ്പർ സ്ട്രക്ചേഴ്സ്, കോളം, കോമ്പോസിറ്റ് ബീംസ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. പിന്നെ അടുത്ത സബ്ജക്റ്റ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ജിയോ ടെക്നിക്കലിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഇൻ ഇന്ത്യ, ക്ലാസിഫിക്കേഷൻ ആൻഡ് 3-phase സിസ്റ്റം ഓഫ് സോയിൽ, പെർമിയബിലിറ്റി ഓഫ് സോയിൽ, പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്, ഷിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽ, കൺസോളിഡേഷൻ തിയറി ഓഫ് വൺ ഡയമെൻഷണൽ consolidation only and compaction, stability of finite slope, സ്വീഡിഷ് സർക്കിൾ മെത്തേഡ്. അങ്ങനെ ജിയോടെക്കിൽ അത്യാവശ്യം നല്ലൊരു വൈഡ് സിലബസ് തന്നെ ജിയോടെക്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പോർഷൻസ് എല്ലാവരും കവർ ചെയ്യാം. പിന്നെ അടുത്തത് കൊടുത്തിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിങ് ആണ്. അതിൽ ഹൈവേ പ്ലാനിങ് ഉണ്ട്, ഹൈവേൻ്റെ ഡിസൈൻ ഉണ്ട്, അതുപോലെ എയർപോർട്ട് എഞ്ചിനീയറിങ്ങിലെ ക്വസ്റ്റ്യൻസ്, എയർപോർട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ പോർഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. അതുപോലെ റെയിൽവേൻ്റെ പോർഷൻസും, റെയിൽവേ എന്നും ക്വസ്റ്റ്യൻ വരും. പിന്നെ പറഞ്ഞിരിക്കുന്നത് അർബൻ പ്ലാനിങ് ആണ്. അർബൻ പ്ലാനിങ് എന്ന് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അർബൻ പ്ലാനിങ്, സോണിങ്, അങ്ങനെയുള്ള പോർഷൻസ് എന്നൊക്കെ, ടൗൺ പ്ലാനിങ് ആക്ട്സ്, അതെന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ആ പോർഷൻസൊക്കെ പഠിക്കാം. പിന്നെ PSC എല്ലാ സിലബസും തരുന്ന പോലെ തന്നെ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക്സ് ഡീറ്റെയിൽഡ് എബോവ്, ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റ് മേ ഓൾസോ അപ്പിയർ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, നമ്മൾ എഴുതുന്ന എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണോ ആ ക്വാളിഫിക്കേഷൻ വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് കാര്യത്തിൽ നിന്ന് വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതായത് സിലബസ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു സിലബസാണ്. നമ്മൾ BTechന് പഠിച്ച എല്ലാ സംഭവങ്ങളും നമ്മൾ പഠിക്കണം ഈ എക്സാമിന്. അപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ PWD എക്സാമോ ഇറിഗേഷൻ എക്സാമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. അതുപോലെ ന്യൂമറൽസ് കുറച്ചും കൂടെ പണ്ടുള്ളതിനേക്കാളും കുറച്ചും കൂടെ നല്ല ന്യൂമറൽസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പ്രോബ്ലംസൊക്കെ എല്ലാവരും ചെയ്ത് പഠിക്കുക. അതുപോലെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ ടൈം എടുക്കും. അപ്പോൾ അത് സ്പീഡപ്പ് ആക്കാൻ എല്ലാവരും ശ്രമിക്കുക. അതുപോലെ ഇതിൻ്റെ നല്ലൊരു ഐഡിയ കിട്ടണമെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ PWD ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങളിങ്ങനെ നോക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഏത് പോർഷനാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് പഠിക്കുകയാണ് ഏറ്റവും സുഖം. കാരണം ഇത് വൈഡ് സിലബസാണ്. ഇത് മൊത്തം നമ്മൾ എവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് മനസ്സിലാക്കാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.